ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെന്നൈ വ്ളോഗത്തെ എത്രാമത്തെ പാർട്ടാണെന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയൂ. ഞാൻ ഫസ്റ്റ് പാർട്ടാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രാമത്തെ പാർട്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പറയട്ടു. പിന്നെ ഇന്ന് പോകുന്നത് ടി നഗറിലോട്ടാണ് കേട്ടോ. അതൊരു സ്ട്രീറ്റാണ്. അവിടെ ആയിട്ട് ഫുള്ള് കുറേ മാർക്കറ്റ്സ് ഉണ്ടാകും. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. അപ്പം അവിടേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ടി നഗറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് പോയാലാണ് കുറേ കടകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളുണ്ടാവും. അതിലിപ്പോൾ ഞങ്ങൾ വേറെ റോഡിൽ കൂടെ കിടക്കുന്നത്. ആ സ്ഥലത്താണ് കുറേ കടകൾ. ഇവിടെ കടകൾ കുറവാണ്. അവിടെ കുറച്ച് ജ്വല്ലേഴ്സ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സോഫ്റ്റ് ടോയ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഷിൻചാനെ ഞാൻ കണ്ടു. പിന്നെ വേറെ കുറേ എണ്ണത്തിന് കണ്ടു. ഇത് കണ്ടോ, അത് ഓൺലൈനിലൊക്കെ ഉണ്ട്. സ്ട്രോബെറി ചേർക്കുമ്പോൾ വരുന്നത് യൂണിക്കോണൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു മാക്സി, ചുരിദാർ അങ്ങനത്തെ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വില കുറവായിരിക്കുമെന്നാണ് ഇതിൽ നിഗമനം. പിന്നെ അവിടെ ഫോൺ കേസ് ഷോപ്പുണ്ടായിരുന്നു. അവിടെ കുറേ ക്യൂട്ട് ഫോൺ കേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സൈഡിൽ കടകളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കുറേ കടകളും ബൊമ്മക്കുട്ടികളും വേറെ ഡ്രസ്സിൻ്റെ ഓരോ ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെ മാല പോലെ എന്തൊക്കെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ക്രോസ് ചെയ്തു കേട്ടോ. അവിടെ കുറേ കുഞ്ഞു വാളറ്റുകൾ, പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കിപ്പോൾ വാളറ്റൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയതൊന്നുമില്ല. പിന്നെ ഇവിടെ വേറെ കുറേ മാല അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വാങ്ങിയതൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന്. കാരണം ഒക്കെ വലിയ പോത്തം കമ്മലായിരുന്നു. ഞാൻ അത്ര വലുതൊന്നും ഇടില്ല. എൻ്റെ മീഡിയം സൈസുള്ളതാണ് ഇടുക. കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ നല്ലൊരു ക്യൂട്ട് ഫ്രോക്ക് വൈറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറയായിരുന്നു നമ്മൾ ഓൺലൈനിൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാർബീസ് അങ്ങനെയൊക്കെ. പിന്നെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. ചില ബാഗൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കളിപ്പാട്ടങ്ങൾ. പിന്നെ അത് ഫുള്ള് വളകളാണ്. ഒരു റോൾഡ് ഗോൾഡ് വളല്ലേ അങ്ങനത്തെ. അതിലത്തെ സാധാരണ ഇങ്ങനത്തെ ഗോൾഡ് കളർ വളേഴ്സൊന്നും ഇഷ്ടമല്ല. ബട്ട് അതിലുണ്ടായിരുന്ന ഡിസൈൻസൊക്കെ നല്ല ഭംഗി. പിന്നെ അവിടെ ഒരു ജ്വല്ലറി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, GRTയുടെ. പിന്നെ അവിടെ കുറേ വലിയ ബാഗുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് നോക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ടി നഗർ കഴിയുമ്പോൾ മെയിനായിട്ട് വാച്ച് വാങ്ങും. എപ്പോഴും ഇവിടെ നിന്നാണ് വാച്ച് വാങ്ങാറ്. എപ്പോഴും ചെന്നൈയിൽ വന്നാൽ വാച്ച് വാങ്ങാറുണ്ട് കേട്ടോ. കൂടുതൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങാറ്. കാരണം ഇവിടെ നിന്ന് വാങ്ങിയ 1 ഇയറോളം പോകാറുണ്ട് സ്കൂളിലേക്കൊക്കെ. അപ്പോൾ അവിടെ ഒരു വാച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാച്ച് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വാച്ചൊന്നും വാങ്ങിച്ചില്ല. കാരണം അവിടെ ഞങ്ങളുടെ സൈസിനില്ല. പക്ഷേ നല്ല മോഡൽസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് വാച്ചൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എൻ്റെ സൈസിനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ അവിടെയും ഫോൺ കേസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോൺ കേസസൊക്കെ കൂടുതൽ ഐഫോണിൻ്റെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ മാലയും കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിൽ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ കമ്മലുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു കമ്മൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആഫ്രിക്കക്കാരനെ കണ്ടു ഗൈസ്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ഏകദേശം എല്ലാ നാട്ടിലത്തെ ആൾക്കാരുണ്ട്. ബംഗാളീസ് ഉണ്ട്, വേറെ ചൈനയിലത്തെ ആൾക്കാരെ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഫേസ് കട്ടുള്ള കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടായിരുന്നു. അത് ശരിക്കും ചൈനയിലത്തെ ആൾക്കാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അവിടെ പാൻറ്റുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലിടുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ ചുമ്മാ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ വാങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഫാനുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടായിരുന്നു. ഹാൻഡ് ഫാൻസ് കേട്ടോ. ഇത് ഇലക്ട്രിക് ഫാനാണ് തോന്നുന്നത്. അതായത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത് തോന്നുന്നു. അതിൻ്റെ മുകളിലൊരു ടെഡി ബിയറിൻ്റെ ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കൂടുതൽ ഈ തുണിക്കടകളാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഹാൻഡ് ബാഗിൻ്റെ ഷോപ്പും ഉണ്ടായിരുന്നു. അവിടെ തന്നെ ക്ലോത്തിൻ്റെ വാലറ്റിൽ അത് അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുഞ്ഞ് ഉടുപ്പുണ്ടാകുമല്ലോ കുട്ടികൾക്ക്, അങ്ങനത്തെ ഉടുപ്പ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്ലൂരിനൊരു കുഞ്ഞ് ഉടുപ്പ് വാങ്ങാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു ഫാൻസി ഷോപ്പിലേക്ക് കയറിയതാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ ഉണ്ടെങ്കിൽ വാങ്ങാച്ചിട്ട് ഇവിടെ കുറേ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ ഷോപ്പിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കമ്മലല്ലാതെ കുഞ്ഞു കുഞ്ഞു സ്റ്റഡ് കമ്മലുണ്ടായിരുന്നു, വളകളുണ്ടായിരുന്നു, സ്ലൈഡുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പിന്നെ എൻ്റെ സൈസിനൊന്നും ഉണ്ടായിരുന്നില്ല. മാലകൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയ രസമുണ്ടായിരുന്നില്ല. ആകെ ഒരു മോഡലൊക്കെ ഇഷ്ടപ്പെട്ടുള്ളൂ. അതിനാണെങ്കിൽ നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ കല്ലു ഓരോന്നും പോയി വാരിയായിരുന്നു കേട്ടോ സാധനങ്ങൾ. അപ്പോൾ കല്ലൂരെ പിന്നെ നടക്കുകയൊക്കെ ആയിരുന്നു എൻ്റെ പണി. പിന്നെ ഇവിടെ ബുക്സൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ബുക്സും അങ്ങനത്തെ ബുക്സൊക്കെ. പിന്നെ ഇവിടെ വേറെ ബാഗും ക്ലോത്ത്സും എല്ലാം പാടെ കിട്ടുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു ഫാൻസി കട കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കയറി നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തായിട്ട് വാലറ്റ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഉണക്കാൻ ഇട്ട പോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുഞ്ഞു പൂട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചീർപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ദൈവത്തിൻ്റെ കുഞ്ഞു ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിത് അത് ഞാൻ നടന്നു പോയി, പക്ഷെ അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശിവൻ്റെ ഒരു ശിവലിംഗം, പിന്നെ ഗണപതി, പിന്നെ ശിവൻ്റെ ശൂലം പോലത്തെ അങ്ങനെ എന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ നോക്കിയിട്ട് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്പ്രേ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെരുപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു പിങ്ക് ടെഡി ബിയറിനെ പോലത്തെ ചെരുപ്പ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുമായിരുന്നു. പിന്നെ അത്തറുണ്ടായിരുന്നു. പിന്നെ വേറെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നത്, പിന്നെ വേറെ പൂട്ടുകൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കൂടുതൽ ഈ ഡ്രസ് ഷോപ്പ് തന്നെ അവിടെ തിന്നാലുള്ളത് കേട്ടോ. പിന്നെ അവിടെ പ്ലാസ്റ്റിക് ഡപ്പകൾ, പാത്രങ്ങൾ, അങ്ങനത്തെ സോപ്പ് പെട്ടി അങ്ങനെ സംഭവമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചവിട്ടിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു വലിയ കട മുഴുവനും ഫോൺ കേസിൻ്റെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണിൻ്റെ മെക്കാനിക്ക് ഒന്നുമില്ല, ഫുള്ള് ഫോൺ കേസ് മാത്രമായിട്ടുള്ളൊരു കട ഉണ്ടായിരുന്നു. വലിയൊരു കട ഫുള്ള് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രയും വലിയ കട ഫുള്ള് ഫോൺ കേസിലായിരുന്നു. പിന്നെ ഇതൊരു കുഞ്ഞ് ടെഡി ഷോപ്പാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ വന്ന സമയത്ത് ടിനഗർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെഡി വേണേ പറഞ്ഞിട്ട് ഇത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഫോൺ കേസ് കട, അതിന് കുറേ ഫോൺ കേസ് കട ഉണ്ടായിരുന്നു. പിന്നെ ഇത് വീണ്ടും ക്ലോത്ത്സിൻ്റെ കടയാണ്. ഇതൊരു നൈറ്റ് ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇത് ലേഡീസിൻ്റെ ഡ്രസ്സസ്സാണ്. പിന്നെ ഇവിടെയും ബാഗുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബാഗൊക്കെ ഒരുമാതിരിയുള്ള ഡിസൈനാണ്, എനിക്ക് ഇഷ്ടമല്ല അവിടുത്തെ ബാഗൊന്നും. പിന്നെ ഇവിടെ വേറെ മെറ്റീരിയൽ ക്ലോത്ത്സൊക്കെ ഉണ്ടാവുമല്ലോ, തുണി അടുപ്പിക്കാനുള്ള അങ്ങനത്തൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ചെരുപ്പിൻ്റെ ഷോപ്പ്. പിന്നെ അവിടെ പൊട്ട് മാത്രം വിൽക്കുന്നൊരു കട ഉണ്ടായിരുന്നു. ആ കടത്തിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ ഗൈസ്. കാരണം ആരും സാധനം വാങ്ങുവാനൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അവർ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ചെരുപ്പ് കട, തുണിക്കട, ബാഗ് കട, അതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ വിളിക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് വിൽക്കുന്നൊരു കടയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളൊരു തുണിക്കടയിൽ സിൻഡ്രമോളുടെ ടീഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും എവിടെ തിരിഞ്ഞാലും തുണിക്കട മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് സ്പീഡാക്കി വിട്ടതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു വാച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാച്ച് നോക്കാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ സൈസിനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധനം വാങ്ങാണ്ട് വന്നു. പിന്നെയും തുണിക്കട തന്നെ റിപ്പീറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ഫാൻസി ഷോപ്പിൽ കുറേ മാലകൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു മാല നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മാലയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വേറൊരു വലിയ മാലയൊക്കെയുള്ളൊരു കടയ്ക്ക് പോയി. ആ കടയിലാണെങ്കിൽ നല്ല വിലയായിരുന്നു മാലകൾക്കൊക്കെ. അപ്പോൾ ആ കടയിൽ നിന്ന് സാധനമൊന്നും വാങ്ങിയില്ല. പിന്നെ ആ കടയിൽ നല്ല മോഡലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേ കടയിൽ പിന്നെയും നല്ല മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഷോപ്പിൽ ചെവിയിൽ വെക്കുന്ന ഒരു സംഭവം ഇല്ല, ഇങ്ങനെ ഞെക്കുമ്പോൾ ഒരു ചെവി പൊന്തും, പിന്നെ ഞെക്കുമ്പോൾ അടുത്ത ചെവി, അങ്ങനത്തെ ഒരു സംഭവം അതുണ്ടായിരുന്നു കേട്ടോ. കുറേ കളേഴ്സിലുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിന് 300 സംതിങ് എത്രയായിട്ടോ രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പിങ്ക് ചുരിദാറിട്ട് ചേച്ചിയില്ലേ, ഈ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ട് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ.
പിന്നെ അവിടെ ഒരു ചേച്ചി മുല്ലപ്പൂവൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ മുല്ലപ്പൂ ഇപ്പോൾ വെക്കാറില്ല, വല്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മാലകൾ നോക്കുമായിരുന്നു, കല്ല് വെച്ച മാലകൾ. ഈ മാലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഈ സ്ക്വയർ ടൈപ്പ്, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫാൻസി ഷോപ്പൊന്നും ഞങ്ങളൊന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല. പക്ഷെ എല്ലാ ഷോപ്പിലും ഞങ്ങളിങ്ങനെ കയറി നോക്കും, വിലയൊക്കെ എത്ര ചോദിക്കും. ഇഷ്ടപ്പെട്ട മാത്രമേ വാങ്ങത്തുള്ളൂ. പക്ഷേ ഇഷ്ടപ്പെടുന്നതിനൊക്കെ വില കൂടുതലായിരിക്കും, എന്താ ചെയ്യുക. പിന്നെ അപ്പുറത്ത് കുറേ മുത്തുമാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തൂക്കിയിട്ടുള്ള ബൊമ്മകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. യൂണിക്കോൺസും എൽസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചന്തണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ലോക്കറ്റ്സുകൾ. പിന്നെ കുറോമി, സിൻഡ്രാമോള്, ഡിസ്നി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പത്തെ ഈ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട്, അത് എംബ്രോയ്ഡറി വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഷോപ്പിൽ നിന്നും ഞങ്ങൾ ഒരു 3 കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഈ ഒരു കമ്മലുണ്ടല്ലോ, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇങ്ങനെ 3 തരം ഷേപ്സിൽ, ഒന്ന് വലുത് പിന്നെ ചെറുത്, ഒന്ന് ചെറുത് പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലുത് പിന്നെ വലുത്, അങ്ങനെയുള്ള മോഡൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കമ്മൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഷോപ്പിൽ കുറേ നല്ല ഭംഗിയുള്ള കുപ്പികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എൻ്റെ സൈസിനായിരുന്നില്ല, ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കുപ്പികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീണ്ടും കല്ലുവിന് ഉടുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഈ ഒരു ഉടുപ്പ്, പിന്നെ ഈ ഒരു ഉടുപ്പ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പർപ്പിൾ കളറും പിങ്ക് കളറും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കളേഴ്സും ഒക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഒരു കീ ചെയിൻ ഷോപ്പ് കണ്ടു. കുറേ ക്യൂട്ട് മറ്റേ കീ ചെയിൻസ് ഉണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഇങ്ങനെ നല്ല ഭംഗിയുള്ള വാളറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കും ആവണിക്കും ഒരു ബ്ലാക്ക് ജീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ആ വെയിലത്ത് കൂടെ നടന്നിട്ട് ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. AC ഉള്ളതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പർപ്പിളും വൈറ്റും മിക്സ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടൊക്കെ ക്യാമറ ഉണക്കിയപ്പോൾ ഫുള്ള് ബ്ലറായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഞാൻ പേടിച്ചിട്ട് എന്താ പറ്റി വിചാരിച്ചു. പിന്നെ കുറേ തുടച്ച് ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന ടീനകത്ത് ദൃശ്യങ്ങൾ അല്ല കേട്ടോ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോട്ടലിലെയാണ്. ഞങ്ങളിവിടേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞ് വന്നിരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ടയർഡായിരുന്നു, കാലൊക്കെ വേദനിക്കുകയായിരുന്നു നടന്നിട്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ബസ്സിൽ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ഥലം പരിചയം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ സ്ഥലത്ത് ഇരുന്നിട്ടോ പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാല് വേനിക്കണോ കൈ വേനിക്കണോ എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ അവിടെ കുറേ കേക്ക്സ്, സ്വീറ്റ്സ്, ലഡ്ഡു, കുക്കീസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പല ഫ്ലേവേഴ്സ് ഓഫ് കേക്ക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലെ ഒരു കപ്പിലായിട്ട് കേക്കല്ല, എന്തോ ഒരു കേക്ക് പോലത്തെ ഒരു ക്രീം പോലത്തെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമായിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് 90 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് ടേസ്റ്റ് വന്നിട്ട് ഐസ്ക്രീമും കേക്കും മിക്സ് ആയ പോലത്തെ ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.